ഹായ് ഓൾ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിക്വിഡിറ്റി ട്രേഡർ അർജുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നിഫ്റ്റിയുടെ ഒരു മൊമെന്റം കണ്ടായിരുന്നു. നിഫ്റ്റി ഇന്ന് നമ്മൾ പ്രീവിയസ് ഡേയിൽ, അതായത് ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് 20 ഡിസംബറിലെ ഹൈ ആയിരുന്നു. ഓക്കെ, 20 ഡിസംബറിലെ ആ ഒരു ക്യാൻഡിലായിരുന്നു. ആ ഒരു ക്യാൻഡിലിന്റെ ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം എന്താണ് നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ആ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ്. ഇന്ന് മാർക്കറ്റ് കണ്ടോ, ആ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മാർക്കറ്റിന്റെ മൊമെന്റവും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അതായത് നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി എവിടെയുണ്ടോ ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റിൽ അടുത്ത അവൈലബിൾ ലിക്വിഡിറ്റി എവിടെയാണോ അങ്ങോട്ടാണ് മാർക്കറ്റിന്റെ മൊമെന്റം. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഒരു മൊമെന്റവും കാര്യങ്ങളും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇന്ന് മാർക്കറ്റിൽ നോക്കുമ്പോഴത്തേന് എന്താണ്, നമ്മൾ ഇന്നലെ പ്രീവിയസ് ഡേയിൽ വരച്ചേക്കുന്ന ലിക്വിഡിറ്റി ഏരിയാസ് എന്താണ്? പ്രീവിയസ് ഡേയിൽ വരച്ച ലിക്വിഡിറ്റി ഏരിയാസിൽ, അതായത് ഡൗൺ സൈഡിലോട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ഇന്ന് സ്വീപ്പ് ചെയ്യാതെ തന്നെയാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് തന്നെ പോയത്. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാവുന്നത്? ഇന്നത്തെ മാർക്കറ്റിൽ ഇന്ന് ഡേ ഓപ്പൺ ആയത് ഈ ഒരു ലെവലിലാണ്. ഓക്കെ, ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഈ ഒരു ലെവലിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റിൽ നോക്കുമ്പോഴത്തേന് എന്താണ്, നമ്മൾ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ ആയ ഈ ഒരു ലെവൽ, ഓക്കെ, ഈ ഒരു ലെവൽ സ്വീപ്പ് ചെയ്യാതെയാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് ഇന്ന് പോയത്. ഓക്കെ, ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. നമുക്ക് 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടിയിട്ട് വരും. അപ്പോൾ ഇതിന്റെ ഒരു മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷനും കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇന്ന് നിഫ്റ്റിയിൽ നോക്കുമ്പോഴത്തേന് എന്താണ്, നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയയിൽ, ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് മാർക്കറ്റ് എന്താണ്, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി ആക്കിയിട്ടുണ്ട്. അപ്പം മാർക്കറ്റിൽ ആ ഒരു അപ്സൈഡിലോട്ടുള്ള ഒരു മൊമെന്റത്തിനായിരുന്നു മാർക്കറ്റിൽ നിന്ന് അപ്സൈഡിലോട്ട് പോയത് എന്ന് നമുക്ക് 2 ദിവസം കൂടെ നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്തിട്ട് നോക്കേണ്ടിട്ടിരിക്കുന്നു. ഓക്കെ, ഇന്ന് മാർക്കറ്റിൽ കണ്ടോ, ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ വരച്ചായിരുന്നു. ഓക്കെ, ഇന്റേണൽ ലിക്വിഡിറ്റി ആ ഒരു ഏരിയയിൽ വന്നിട്ട് കണ്ടോ മാർക്കറ്റ് അവിടെ ജസ്റ്റ് കുറച്ച് നേരം മാർക്കറ്റ് സ്റ്റേബിളായി നിന്നതിന് ശേഷമാണ് മാർക്കറ്റ് നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് പോയത്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് എന്താണ് ഡൗൺ സൈഡിലോട്ടുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊന്നും തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എന്താണ്, ഇന്ന് മാർക്കറ്റ് ഒരു 400 പോയിന്റ്സ് മൊമെന്റം തന്നു. പക്ഷേ എന്താണ്, നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ കാര്യങ്ങളൊന്നും സ്വീപ്പ് ചെയ്യാതെയാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് തന്നെ പോയത്. ഓക്കെ, പ്രീവിയസ് ലിക്വിഡിറ്റി ഏരിയ കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യാതെയാണ്. പിന്നെ ഈ ഒരു ലെവലിൽ വന്നപ്പോഴത്തെ എന്താണ്, ഈ ഒരു ലെവലിൽ മാർക്കറ്റ്, അപ്പം ഈ ഒരു ലെവലിൽ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു എന്താണ് പ്രീവിയസ് അപ്പ് സൈഡിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, നമുക്കൊരു അപ്സൈഡിലോട്ട് ട്രേഡ് എൻട്രി കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴത്തേക്കിന് ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും എന്താണ്, നമുക്കൊരു ഡൗൺ സൈഡിലോട്ടൊരു എൻട്രി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 3 o'clock കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 3 o'clock കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മൾ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. കാരണം ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു, DK. ഓക്കെ, അപ്പോൾ അങ്ങനെയെല്ലാം വന്നതുകൊണ്ട് നമുക്ക് എന്താണ്, അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, കുഴപ്പമില്ല. മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല, കുറച്ച് നാൾ, ഒരു 100 ദിവസത്തിൽ, അല്ലെങ്കിൽ കുറച്ച് നാൾ, ഒരു 1 മന്തിൽ എന്താണ്, ഒരു ദിവസം ഇങ്ങനത്തെ ഒരു മൊമെന്റ് നമുക്ക് കിട്ടും. അതായത് ലിക്വിഡിറ്റി ഏരിയ സ്വീപ്പ് ചെയ്യാതെ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈയിങ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെല്ലിങ് ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് പോവും. ഓക്കെ, അപ്പം അത് നമുക്കൊരു ഇഷ്യൂ ഉള്ള ഒരു കാര്യമല്ല. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ്, ഇനിയും നാളത്തേക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ലെവൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ്, അപ്പോൾ ഇന്നത്തെ ആ ഒരു ലിക്വിഡിറ്റി ലെവൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളത്തേക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ലെവൽസും കാര്യങ്ങളെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഇന്നലെ വരച്ച ഇന്റേണൽ ലിക്വിഡിറ്റി. ഓക്കെ, ഞാൻ ഈ ഇന്റേണൽ ലിക്വിഡിറ്റീസ് ആണ് ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസ് ഞാൻ ഗ്രീനിൽ തന്നെ വരയ്ക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പം ഇന്നത്തെ നമുക്കൊരു ഇന്റേണൽ ലിക്വിഡിറ്റി ലെവൽ നമുക്ക് ആയിട്ട് എന്താണ് ഇത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്യാൻഡലിന്റെ ഹൈ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്കിനി വേറെ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിൽ വേറെ ലിക്വിഡിറ്റി ഏരിയാസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ അടുത്ത ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽ നമുക്കൊരു ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് എന്താണ്, നെക്സ്റ്റ് ലെവലിൽ അത്യാവശ്യം നമുക്ക് എന്താണ് ഒരു ലിക്വിഡിറ്റി ഏരിയാസും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല മാർക്കറ്റ്. നമുക്ക് നെക്സ്റ്റ് ഒരു അവൈലബിൾ ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ ആണ് നമുക്ക് ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവലും
നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, വേറെ നമുക്ക് ഇത്രയും ലിക്വിഡിറ്റി ഏരിയാസേ മാർക്കറ്റ് തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലും കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലിക്വിഡിറ്റി ഏരിയ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നാളെ മാർക്കറ്റിൽ എന്താണ്, നാളെ മാർക്കറ്റിൽ ഒരു ഓപ്പണിംഗ് കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് ഈ ഒരു അപ് സൈഡിലുള്ള ലിക്വിഡിറ്റി ഏരിയ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ഡൗൺ സൈഡിലോട്ട് ഒരു എൻട്രി കാര്യങ്ങൾ നോക്കാം. പക്ഷേ എന്താണ് ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും നമുക്ക് ഫേവറബിൾ ആവണം. ഓക്കെ, ഒരു റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു എൻട്രി കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതൊരു ലോവർ ടൈം ഫ്രെയിമിലെ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഒരു ലോവർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, അപ്പം ഇത്രയാണ് എന്താണ് നമ്മുടെ ഒരു ലിക്വിഡിറ്റി ഏരിയാസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഓക്കെ, ഞാനപ്പം ഡൗൺ സൈഡിൽ ഉള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് 23,460 എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ. അതിന് തൊട്ട് മുകളിലുള്ളത് 23,562. അതെല്ലാം ഇന്റേണൽ ലിക്വിഡിറ്റീസ് ആണ്. അതിന് തൊട്ട് മുന്നിലുള്ളത് 23,678. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 23,720. ഓക്കെ, 721 സോറി, 24,226. ഓക്കെ, 24,394. ഓക്കെ, ഇത് സ്പോട്ട് ചാർട്ടിലാണ്. ഓക്കെ, സ്പോട്ട് ചാർട്ടിൽ. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയും കൂടെ നോക്കാം. ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാളത്തേക്കുള്ള ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ലെവൽസ് കാര്യങ്ങൾ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഡെയിലി ടൈം ഫ്രെയിമിലെ ക്യാൻഡിലാണ്. ഡെയിലി ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി ഏതാണ്, ഈ ഒരു ലെവലാണ്. എത്രയാണ്, 51,979 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിലാണ് നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ, പക്ഷേ എന്താണ് നമുക്ക് ഇന്ന് നമുക്കൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട്, അതായത് നമുക്ക് പ്രീവിയസ് ലിക്വിഡിറ്റി ഏരിയാസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്കപ്പം ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു 1 hour ടൈം ഫ്രെയിമിലോട്ട് നോക്കുമ്പോഴത്തേന് എന്താണ്, ഓക്കെ 1 hour ടൈം ഫ്രെയിമിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി ഏരിയാസ് ഒക്കെ വളരെ കുറവാണ് അല്ലേ. ഈ ഒരു ഏരിയാസിലൊക്കെ ലിക്വിഡിറ്റി ഏരിയാസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് നമുക്ക് വേറെ ടൈം ഫ്രെയിമിലോട്ട് നോക്കിയാലും എന്താണ് ലിക്വിഡിറ്റി ഏരിയാസ് എല്ലാം വളരെ മാർക്കറ്റിൽ നമുക്ക് കുറവായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ ഈ ഒരു ലെവൽ നമുക്കാണെങ്കിൽ നമുക്ക് ഇന്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇന്നത്തെ ഡേ ഹൈ ആയിട്ടുള്ള ഇത് നമുക്ക് ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ലെവൽസ്, ഈ ഒരു 2 ലെവൽസ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ലെവൽസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത്. ഓക്കെ, ഈ 2 ലെവൽസ് ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ലെവൽസ് ആണ്. ഓക്കെ, ഇനിയും നിഫ്റ്റിയുടെ നെക്സ്റ്റ് എക്സ്പയറി വരുന്നതെന്ന് പറഞ്ഞാൽ 9-ാം തീയതിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നാളെ നമുക്ക് സെൻസെക്സിൻ്റെ ഒരു എക്സ്പയറി വരുന്നുണ്ട്. ഓക്കെ, സെൻസെക്സിൻ്റെ എക്സ്പയറി നാളെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇത്രയാണ് എന്താണ് നാളത്തേക്ക് അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ ഇത് സ്വീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമ്മിങ് ഡേയ്സിലേക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഓപ്ഷൻ ബൈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു നിങ്ങൾക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പറും എന്താണ് നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ലൈവ് ട്രേഡ്സ് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി കിടപ്പുണ്ട്. ഓക്കെ, നിങ്ങൾക്കപ്പം ചെക്ക് ചെയ്യാവുന്നതാണ്, മുകളിൽ ഐ ബട്ടണിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് എന്താണ് നമുക്ക് വരുന്ന കാര്യങ്ങൾ, നാളത്തേക്ക് വരുന്ന ട്രേഡിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.